ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിലേക്കുള്ള നൊയമ്പ് ദിവസങ്ങളിലൂടെയാണല്ലോ നാം ഓരോരുത്തരും പ്രയാണം ചെയ്യുന്നത്. പൗരസ്ത്യ ഓർത്തഡോക്സ് ദൈവശാസ്ത്രത്തിൽ വിശുദ്ധ മറിയത്തിന്റെ സ്ഥാനം അതീവ പ്രാധാന്യത്തോടെയാണ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയിൽ വിശുദ്ധ കന്യക മറിയത്തിന് പ്രധാനവും ആഴത്തിൽ ആദരിക്കപ്പെടുന്നതുമായ ഒരു സ്ഥാനം തന്നെ നൽകുന്നുണ്ട്. ദൈവത്തെ വഹിക്കുന്നവൾ അല്ലെങ്കിൽ ദൈവമാതാവ് എന്നർത്ഥം വരുന്ന തെയോട്ടോക്കോസ്, നിത്യകന്യക, പനാഖിയ തുടങ്ങിയ ബഹുമാന്യമായ സ്ഥാനപ്പേരുകൾ ഉപയോഗിച്ച് പരിശുദ്ധ സഭ അമ്മയെ വിളിച്ച് ആദരിക്കുന്നു. ഇത് ക്രിസ്തുവിന്റെ മനുഷ്യാവതാര രഹസ്യത്തിൽ അമ്മയുടെ അതുല്യമായ പങ്കിനെ പ്രതിഫലിപ്പിക്കുന്നു. ഒന്നാമതായി നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്ന നാമമാണ് തെയോട്ടോക്കോസ്. പരിശുദ്ധ അമ്മ ദൈവമാതാവാണ്. AD 431 കൂടിയ എഫേസോസ് സുനോദോസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച ഈ പദവി യേശുക്രിസ്തു പൂർണ്ണമായും ദൈവവും പൂർണ്ണമായും മനുഷ്യനുമാണെന്ന് ഊന്നിപ്പറയുന്നു. യേശുക്രിസ്തുവിനെ പ്രസവിച്ചതുകൊണ്ട് മറിയാം ജഡത്തിൽ ദൈവത്തെ പ്രസവിച്ചു എന്നതിനാൽ തെയോട്ടോക്കോസ് അഥവാ ദൈവമാതാവ് എന്ന് വിളിക്കപ്പെടണം. രണ്ടാമതായി പ്രതിപാദിക്കുന്നു, വിശുദ്ധ മറിയാം നിത്യകന്യകയാണ്. ക്രിസ്തുവിന്റെ ജനനത്തിനു മുമ്പും ശേഷവും വിശുദ്ധ മറിയാം ഒരു കന്യകയായി തുടർന്നുവെന്ന് ഓർത്തഡോക്സ് സഭ പഠിപ്പിക്കുന്നു. മൂന്നാമതായി പ്രതിപാദിക്കുന്നു, പരിശുദ്ധ അമ്മയെ സർവപരിശുദ്ധ അഥവാ പനാഖിയ എന്ന് വിളിക്കണം. ദൈവത്തിന്റെ അവതാരത്തിന്റെ പാത്രമാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പരിശുദ്ധയായ വ്യക്തിയായി അമ്മ വിശ്വസിക്കപ്പെടുന്നു. പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയിൽ പരിശുദ്ധ കന്യക മറിയത്തിന് ഏറ്റവും ഉയർന്ന സ്ഥാനം ബഹുമാനത്തോടെ നൽകി ആദരിക്കുകയും മധ്യസ്ഥത അണയ്ക്കുകയും ചെയ്യുന്നു. മനുഷ്യവർഗത്തിനു വേണ്ടി തന്റെ പുത്രനായ യേശുക്രിസ്തുവിന് മുമ്പാകെ മധ്യസ്ഥയായി പരിശുദ്ധ അമ്മ കണക്കാക്കപ്പെടുന്നു. ദൈവം തമ്പുരാനോട് അനുസരണക്കേട് കാണിച്ച ഹവ്വയിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തെ അനുസരിച്ച് പുത്രൻ തമ്പുരാന് ലോകത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള രക്ഷാമാർഗമായി മാറിയ പുതിയ ഹവ്വായായി പരിശുദ്ധ അമ്മയെ കാണുന്നു. അനുസരണം, വിനയം, വിശുദ്ധി എന്നിവയുടെ മാതൃകയാണ് പരിശുദ്ധ കന്യക മറിയം. തിരുവെഴുത്തുകൾ പരിശുദ്ധ കന്യക മറിയത്തിന്റെ ഔന്നത്യത്തെ ഉയർത്തിക്കാണിക്കുന്നു. ദൈവസന്നിധിയിൽ ദൗത്യവാഹകനായി വർത്തിക്കുന്ന പ്രധാന മാലാഖയുടെ സാക്ഷ്യം നിനക്കും ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്നതായിരുന്നു. സ്ഥാനത്തിലും പ്രായത്തിലും മുതിർന്ന എലിസബത്തിന്റെ സാക്ഷ്യം സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്റെ കർത്താവിന്റെ അമ്മ എന്നതായിരുന്നു. പരിശുദ്ധാത്മ നിറവിൽ കന്യക മറിയാം തന്നെ പ്രസ്താവിക്കുന്നു, ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ലോകത്തിനു മുന്നിൽ നിവൃത്തിയായ ഒരു പ്രവചനം. വിശ്വാസികളുടെ മാതൃകയും ദൃഷ്ടാന്തവുമായ പരിശുദ്ധ അമ്മ പ്രാർത്ഥനയും ജാഗരണവുമായിരുന്നു ആ ജീവിതത്തിന്റെ ശക്തി സ്രോതസ്സുകൾ. വിശുദ്ധ മറിയത്തിന്റെ സ്ഥാനവും പദവിയും നിസ്തുലമാണ്. മാതാവിൽ പ്രകടമായ ഭയഭക്തി നമുക്കും മാതൃകയാണ്. ആ വിനയം നമുക്കും പ്രചോദനം നൽകുന്നതാണ്. പരിശുദ്ധ അമ്മ ഔന്നത്യത്തിൽ എത്തിയത് വിനയത്തിന്റെ പാതയിൽ കൂടിയാണ്. ദൈവ തിരുമുമ്പാകെ വിനയപ്പെടുന്നവരെയാണ് അവിടുന്ന് ഔന്നത്യത്തിൽ എത്തിക്കുന്നത്. 1 പത്രോസ് 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കും. പരിശുദ്ധ മാതാവിന്റെ വിനയം നമുക്കും പ്രചോദനമാകണം. ഇന്ന് പരിശുദ്ധ അമ്മ നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുന്നു, എന്നിൽ വസിച്ചവനായ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിലും വസിക്കുന്നുവോ? സ്വന്തം ജീവിതത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും ക്രിസ്തുവിനെ ഉൾക്കൊള്ളുന്നവരും ഹൃദയത്തിൽ വഹിക്കുന്നവരുമായി തീരുവാൻ ഈ നോയമ്പ് കാലം നമുക്ക് ഇടം നൽകട്ടെ. കർത്താവ് ഒരിക്കൽ ചോദിച്ചു, എന്റെ മാതാവ് ആരാണ്? ആരാണ് എന്റെ സഹോദരങ്ങൾ? അതിനുത്തരം അവിടുന്ന് തന്നെ നൽകി, സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാരോ അവനാണ് എന്റെ മാതാവും എന്റെ സഹോദരനും എന്റെ സഹോദരിയും. ഈ ഉന്നത പദവിയിലേക്ക് എത്തുവാൻ മാതാവിൽ പ്രകടമായ ആത്മീയ അനുഭവങ്ങൾ നമുക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.